ഇത് അവസാനം കറണ്ട് ബില്ല് എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താണല്ലോ. കർണാടകത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 5 രൂപ 90 പൈസ യൂണിറ്റ്. തമിഴ്നാട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 5 രൂപ 50 പൈസ. കേരളത്തിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കോപ്പ് മനസ്സിലാക്കാത്ത രീതി മണ്ടേന്ന് താഴെ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുക. 0 മുതൽ 50 വരെ ഒരു റേറ്റ്, 50 മുതൽ 101 വരെ ഒരു റേറ്റ്. കേരളത്തിൽ ചോദിച്ചേക്കുന്ന 50 വരെ ചാർജ് ഇല്ല. 50 മുതൽ 100 വരെ 4 രൂപ 5 പൈസ. 101 മുതൽ 150 വരെ 5 രൂപ 10 പൈസ. 151 മുതൽ 200 വരെ 6 രൂപ 95 പൈസ. 201 മുതൽ 250 വരെ 8 രൂപ 20 പൈസ. വേറെ ഏതാണ്ട് ഒരു ഭണ്ഡാരം എഴുതിയിട്ട് 8 രൂപ 80 പൈസ. അതായത് ഇത് നോക്കിയാൽ ഒരു മനുഷ്യനും ഒന്നും മനസ്സിലാകില്ല. ഇത് ഡൊമസ്റ്റിക്കിന്റെ. കൊമേഴ്സിന്റെ നോക്കിയാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും നോക്കുമ്പോൾ അവിടെ കൃത്യമായി ചാർജ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഇതുമില്ല. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. കാരണം അതിനകത്ത് വിളവത്തരം ഒന്നുമില്ല. ഇവിടെ വിളവത്തരം മാത്രമേ ഉള്ളൂ. കറണ്ട് എടുക്കുമ്പോൾ മീറ്റർ കാശ് കെട്ടി വെക്കണം. കണക്ഷൻ എടുക്കുമ്പോൾ നമ്മള് മെയിൻ സ്വിച്ച് സകല സാധനം വീട്ടുകാരനാണ് വെക്കുന്നത്. വീട്ടുകാരൻ വെച്ചിട്ട് മീറ്റർ കാശ് വീട്ടുകാരനാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാരന്റെ മീറ്ററിന് പിന്നെ എന്തിനാ ഇത് കൂട്ടാം, അതിന് വാടക, പിന്നെ പിന്നത്തടി ചാർജ് എല്ലാം നോക്കില്ല. സത്യം പറഞ്ഞ മലയാളിയുടെ ഒരു തലേവി കുറെ ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊള്ളയടിക്കുന്ന ഒരു പരിധി. ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും ബില്ലെടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ കാണിക്കുന്ന കൊള്ളരുതായുടെ അർത്ഥം മനസ്സിലാകുന്നത്. ഇഷ്ടംപോലെ വെള്ളം, ഇഷ്ടംപോലെ ഡാമുകൾ, ഇത് മുഴുവൻ ഇവിടെ ഉണ്ടായിട്ട് ഈ കൊള്ള നിങ്ങളുടെ വീട്ടിൽ വരുന്ന ബില്ലുകൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവന്മാർ എഴുതി വെച്ചേക്കുന്നത് ഫിക്സഡ് ചാർജ് 410. എന്നാത്തിനുള്ള ചാർജായിരുന്നു. ഇതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കർണാടകത്തില് അവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് അവരോട് പഠിക്കുമ്പോൾ അവർ പറയുന്നു കഴിഞ്ഞ 6 മാസം അവർക്ക് വന്നുകൊണ്ടിരുന്ന യൂണിറ്റ് എത്രയാണോ അത് കണക്ക് കൂട്ടിയിട്ട് അത് 200 യൂണിറ്റ് താഴെയാണെങ്കിൽ അത്രയും യൂണിറ്റ് എല്ലാ മാസവും മുന്നോട്ട് കറണ്ട് ഫ്രീ പൈസ കൊടുക്കണം. ഉദാഹരണം കഴിഞ്ഞ 6 മാസം ഒരാൾ 175 യൂണിറ്റ് വെച്ചാൽ എടുത്തോണ്ടിരുന്നെങ്കിൽ മുന്നോട്ട് വരുന്ന ബില്ലിനകത്ത് 175ന്റെ പൈസ അവർ കൊടുക്കണം. അത് കുറച്ചിട്ട് ബാക്കി വരുന്നതിന് കൊടുത്താൽ. എന്റെ ഒരു സ്നേഹിതൻ ചെറുപുഴ താമസിക്കുന്നുണ്ട്. അയാൾക്ക് അവിടെ ഒരു വീടും 1-2 പണിക്കാർ താമസിക്കുന്ന കൊട്ടേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ കൂർഗിലും ഓർമ്മ പുള്ളി പറഞ്ഞു ഈ ചെറുപുഴയിലുള്ള ഇതിന് വരുന്നതിന്റെ 10 ഇരട്ടിയൊക്കെയാണ്, അല്ല ഈ കൂർഗിലുള്ളതിന് വരുന്നതിന്റെ 10 ഇരട്ടിയൊക്കെ ചെറുപുഴയിലുള്ളതിന് വരുന്നത്. പറ്റുമെങ്കിൽ ഇവിടുന്ന് താമസം പോകാനിരിക്കുന്നത്. എങ്ങനെയായി കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകാതിരിക്കുന്നത്? പിഴിഞ്ഞ് ഈ ഒട്ടുക്കത്തെ മേടിച്ച് ഇത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും വായിലോട്ട് തന്നു വരുന്നത്. ഇത് മുഴുവൻ രാഷ്ട്രീയക്കാരുടെ പരിപാടി. സാധാരണ ജനത്തിനെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇത് ഫ്യൂവൽ സർചാർജ് 42 രൂപ 84 രൂപ. കഴിഞ്ഞ ആഴ്ച ബില്ലല്ല. മന്ത്ലി ഫ്യൂവൽ സർചാർജ് ഇതെന്നാ ഈ ഇടപാടാണ്. ഫ്യൂവൽ സർചാർജ് 42. ഇത് ഹൈക്കോടതിയിലൊക്കെ പോകേണ്ട കേസാണ്. ഈ ബില്ല് വെച്ചോണ്ട് കോടതി പോകാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഇല്ലട്ടല്ല ഞാനിത് കോടതി പോയി. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും താഴെ വീണ്ടും ഒരു സർചാർജ്. കഴിഞ്ഞ മാസത്തെ കറണ്ട് ഈ 11/3 വന്ന കറണ്ട് ബില്ലിനകത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നികുതിയാണ് 255.82 കൊണ്ട് ഒട്ടുക്കത്തെ തീറ്റ അതിന്റെ പുറത്ത് ഫ്യൂവൽ സർചാർജ് 42.84. പിന്നെ മന്ത്ലി സർചാർജ് 47.6. എന്നിട്ട് ഏറ്റവും താഴെ പിന്നെ ഒരു സർചാർജ്. ഇത് എന്തൊരു സർചാർജ്? ഇതിപ്പോ മനുഷ്യന്റെ ശരീരത്ത് ഒരുവിധം തൂക്കമുള്ള മനുഷ്യർക്ക് 50-60 കിലോ കാണും. ഇനിയിപ്പോ ഈ തൂക്കത്തിന് നോക്കി അതിനുള്ള സർചാർജ് കൊടുക്കും. ദയവ് ചെയ്ത് ഗവൺമെന്റിനോട് പറയട്ടെ, ഇങ്ങനെ കുറേച്ച കൊല്ലാതെ നിങ്ങളുടെ ഈ പോലീസ് ഉണ്ടല്ലോ, പോലീസിന്റെ തോക്കും ഉണ്ടല്ലോ, ദയവ് ചെയ്ത് കുറെ എണ്ണത്തിനെ വെടിവെച്ച് പോന്ന ആ ഇറച്ചി വിറ്റെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരണം. ആ രീതി ചെയ്യണം എന്ന് അങ്ങനെയെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സഹായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.